ഭൂഗോള വർണ്ണന പറയുകയാണ്. നേരത്തെ രഘൂഗണ ഭരത സംവാദം കഴിഞ്ഞ് ഭരതനും രഘൂഗണനും വിട്ടുപോയി. പിന്നീട് ഭരതൻ തന്റെ ജീവിതം പൂർത്തീകരിച്ച് ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. രഘൂഗണനും പിന്നെ കപിലാശ്രമത്തിൽ പോവാതെ തന്റെ ജീവിതത്തെ ധന്യമാക്കി എന്നാണ്. അതിനുശേഷം പിന്നീട് ഭൂഗോള വർണ്ണനത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ഭൂമി 7 ഉപഭൂഖണ്ഡങ്ങളായിട്ട് 7 സാഗരങ്ങൾ നിറഞ്ഞതായിട്ട് നിൽക്കുന്നുവെന്നും മേരുദണ്ഡം എന്നൊരു ദണ്ഡ് ഇതിനെ കൊണ്ടു നടക്കുന്നതായിട്ട്, ഇതെല്ലാം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് 100% സത്യമായി അംഗീകരിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഒരു ഉരുണ്ട ഭൂഗോളമായിട്ടും അതിന് ഒരു അച്ചുതണ്ട് സങ്കല്പിച്ചുകൊണ്ടും അങ്ങനെ അക്ഷാംശങ്ങളും തുടങ്ങിയിട്ടുള്ള അംശങ്ങളൊക്കെ കൽപ്പിച്ചുകൊണ്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ രീതിയിലാണ് ഭൂമിയെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ആധ്യാത്മിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് ഭൂമി ഒരു ഉരുണ്ട ഗോളവും അത് നമ്മളിൽ നിന്ന് വിട്ട ഒരു സാധനമായിട്ടാണ് അവർ പഠിക്കുന്നത്. എന്നാൽ ആത്മീയ ദൃഷ്ടിയിൽ ഭൂമിയെ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി എന്ത് ഭൂമിയിലുണ്ടോ, എന്താണോ ഭൂമി, അത് നമ്മളിലും ഉണ്ട് എന്നാണ്. ഒരു അണുവിലുള്ളത് ഒരു പ്രപഞ്ചത്തിലുണ്ട്, ഭൂഖണ്ഡത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ വിശ്വത്തിലുണ്ട്. വിശ്വത്തിലുള്ളതൊക്കെ അണുവിലുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും ആകാശത്തിൽ മാത്രമല്ല ഉള്ളത്. ചക്ഷോ സൂര്യോ അജായത, സൂര്യൻ കണ്ണുകളുടെ രൂപത്തിൽ നമ്മളിലുണ്ട്. ചന്ദ്രമാ മനസോ ജാതഃ, ചന്ദ്രൻ മനസ്സിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ ശരീരം ഭൂമിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. വലിയ ചെറിയ ഭൂമിയെ കൊണ്ടു നടക്കുന്ന സാഗരം, അത് നമ്മുടെ ഉള്ളിൽ 80% വെള്ളമായിട്ടുണ്ട്. അവിടെ ഉപ്പുവെള്ളമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഉപ്പുവെള്ളമുണ്ട്. അതുകൊണ്ടാണ് വേർത്തൊഴുകിയാൽ ഉപ്പ് വരുന്നത്. എന്ത് നിങ്ങൾക്ക് ബാഹ്യമായിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഭൂമിയെ പഠിക്കുന്നതിന് പകരം അവർ ശരീരത്തെ ഇരുന്ന് പഠിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി ഭൂമി 7 ഉപഭൂഖണ്ഡങ്ങളായി നിൽക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലും 7 ധാതുക്കളുണ്ട് പ്രിയാണ്. ഈ 7 ധാതുക്കളെയും ധരിച്ചുകൊണ്ട് നടക്കുന്നത് മേരുദണ്ഡെന്ന ഒരു ദണ്ഡമാണ്. മേരുദണ്ഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് തന്നെയാണെന്ന് പറയാണ്. അപ്പൊ മനസ്സ് തന്നെയാകുന്ന ഒരു ദണ്ഡിലാണ്, ശക്തിയിലാണ് ഈ 7 ശക്തികളും ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ വരുന്നത് പറയാണ്. ഈ മനസ്സിനെ ഉയർത്താൻ ഭഗവാൻ പലപ്പോഴായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. പിന്നീടോ പ്രപഞ്ചത്തിലുള്ള സകല സാധനങ്ങളും നമ്മുടെ ബോഡിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ നമ്മളിലുണ്ട്, എല്ലാം നമ്മളിലുണ്ട്. എല്ലാം നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്ന് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരികയാണ്. ആ മനസ്സാണ് നമ്മൾ ഉയർത്തേണ്ടത്, അതിനെയാണ് നമ്മൾ പരിവർത്തനം ചെയ്യേണ്ടത് എന്നിവിടെ പറഞ്ഞിട്ട് മനസ്സിന് 4 തരത്തിലുള്ള ഗതികളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേതൊക്കെയാണ് ഗതി? ആരാണോ പൂർണ്ണ ഈശ്വര പ്രേമത്തോടുകൂടിയിട്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നത്, ഒന്നുകൂടി പറഞ്ഞാൽ ആരുടെ മനസ്സാണോ പൂർണ്ണമായ ഭഗവത് പ്രേമത്തോടുകൂടി ശരീരം ഉപേക്ഷിക്കുന്നത് അവർക്കിനി ഇങ്ങോട്ട് വരണമെന്നില്ല. വന്നാൽ തന്നെ അവർ വരുന്നത് ജന്മനാ തന്നെ പൂർണ്ണ ഈശ്വര പ്രേമത്തോടുകൂടിയിട്ടായിരിക്കും. താൻ ആരാണെന്ന ബോധം അവരിൽ വളരെ വളരെ രൂഢമൂലായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് അവധൂതന്മാരെന്നൊക്കെ പറയുക. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേ ആൾക്കറിയാം ഞാൻ ഈശ്വര ചൈതന്യത്തിലിരിക്കുന്നവനാണ്, മനുഷ്യനാണെന്ന് അവർക്ക് തോന്നില്ല. അതുകൊണ്ട് അവർ അവധൂതന്മാരായിത്തീരുന്നു. അല്ലാത്തവരൊക്കെ ശരീരം വിട്ടു പോകുമ്പോൾ 3 തരത്തിലുള്ള ഗതികളിലേക്ക് പോകും. അതേതൊക്കെയാണ്? സാത്വികമായ ഗുണങ്ങളാണ് ഒരു മനസ്സിൽ, സംസ്കാരമാണ് പ്രബലമെങ്കിൽ, ദയ, കാരുണ്യം, സ്നേഹം, വാത്സല്യം, ഈ സംസ്കാരങ്ങളൊക്കെയാണ് പ്രബലമെങ്കിൽ അവർ ഊർധ്വഗതിയിലേക്ക് പോകും. അതല്ല, ഒരാളുടെ മനസ്സിൽ സാത്വികവും മറ്റ് സംസ്കാരവും പകുതിയൊക്കെയാണെങ്കിൽ മധ്യഗതിയിലേക്ക് പോകും. ഒരാളുടെ മനസ്സിൽ അങ്ങേയറ്റം സ്വാർത്ഥത, മത്സരം, കാപട്യം, അസൂയ, ഈ തരത്തിലുള്ള സംസ്കാരമാണെങ്കിൽ അധോഗതിയിലേക്ക് പോകും. അപ്പൊ ആരാണ് മുകളിലേക്ക്, ആരാണ് മധ്യത്തിലേക്ക്, ആരാ താഴേക്ക് പോവുക എന്ന് ഗീത പറയും. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠതി രാജസ അധോ ഗച്ഛന്തി താമസ. അപ്പൊ നമുക്കെങ്ങനെ അറിയാൻ പറ്റും നമ്മൾ പോകുന്ന സമയത്ത് എങ്ങോട്ട് പോകുന്നുള്ളത്? ഇപ്പം തന്നെ അറിയാം. അതിനിപ്പം പോകാൻ നിൽക്കൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ഏത് സംസ്കാരമാണ് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചാൽ മതി. സ്വാർത്ഥതയും മത്സരമൊക്കെ കൂടുതലുണ്ടോ? ഉറപ്പാ താഴോട്ടാണെന്നുള്ളത്.
പകുതിയുള്ളൂ. ഉറപ്പാ ഇടപ്പള്ളിയിൽ തന്നെ വരണം എന്നുള്ളത്. അതൊക്കെ ഇത്തിരി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന ലോകങ്ങളിലേക്ക് പോകണം. അപ്പൊ എത്ര ലോകമുണ്ട് ഇവിടെ? തീർച്ചയായിട്ടും അധോലോകമുണ്ട് എന്നുള്ളത് എറണാകുളത്ത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ 14 നിലയുള്ളൊരു ഫ്ലാറ്റ്, അത് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ 14 നിലയുള്ളൊരു ഭുവനമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ ആചാര്യന്മാർ കാണുന്നത്. ഏതൊക്കെയാണത്? ഭൂലോകം, ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനലോകം, അതുപോലെ തവൽലോകം, സത്യലോകം. ഇങ്ങനെ 7 ലോകങ്ങൾ മുകളിലോട്ട്. അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം, ഇത് താഴോട്ടും. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടുമുള്ള ലോകങ്ങൾ. അത് നമുക്ക് തന്നെ മനസ്സിലാവും. ഒരു വീട്ടിൽ തന്നെ എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല. ചിലരെപ്പോഴും സന്തോഷത്തിലാണ്, ചിലരെപ്പോഴും തന്നെ, എന്ത് കിട്ടിയാലും കരച്ചിൽ തന്നെ. ചിലരാണെങ്കിലോ ഇടയ്ക്ക് കരച്ചിലും ഇടയ്ക്ക് സന്തോഷത്തിലുമാണ്. അപ്പൊ ചില ആളുകൾ എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കുന്നെങ്കിൽ അവർ ഉയർന്ന ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും കരയുന്നത്, ദുഃഖിക്കുന്ന ആളുകൾ താഴ്ന്ന ലോകത്തിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് നമുക്ക് ഏത് ലോകങ്ങളിലും ജീവിക്കാൻ സാധിക്കും. ശരി, ഒരാള് താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞു, പാപം ചെയ്താൽ താഴ്ന്ന ലോകം, പുണ്യങ്ങൾ ചെയ്താൽ ഉയർന്ന ലോകം. അപ്പൊ സപ്താഹത്തിന് സ്വാമി ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പുണ്യലോകം കിട്ടുമോ? എന്നാ പിന്നെ ഒരു ദിവസത്തെ അന്നദാനമൊക്കെ ഒന്ന് കൊടുത്തു നോക്കായിരുന്നു. തീർച്ചയായിട്ടും പുണ്യം തന്നെയാണ്. നമ്മൾ സപ്താഹത്തിനൊക്കെ അന്നദാനത്തിനൊക്കെ കാശ് കൊടുക്കുന്ന പുണ്യം തന്നെയാണ്. പിന്നെയോ ഒരാളെ കൊല്ലാൻ വേണ്ടി കാശ് കൊടുത്താലോ തീർച്ചയായിട്ടും അതേ പണം നമ്മളെ നരകലോകത്തിലേക്ക് കൊണ്ടുപോകുന്നവരെയാണ്. അപ്പൊ ഒരു പണത്തിന് നമ്മളെ ഉയർത്താൻ സാധിക്കും, മറ്റൊരു പണത്തിന് നമ്മളെ താഴ്ത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ നാം നേടിയെടുക്കുന്ന പുണ്യങ്ങൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും, നാം നേടിയെടുക്കുന്ന പാപങ്ങൾ നമ്മളെ താഴ്ത്തുന്നവരെയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൽ ഏതാ കൂടുതൽ എന്നുള്ളത്? ഇപ്പൊ കമ്പ്യൂട്ടറിൽ നോക്കാൻ പറ്റില്ലല്ലോ എത്ര പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്ര പുണ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതെങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അങ്ങനെ പറയുന്നതിന് മുമ്പ് പറഞ്ഞു, പാപം ചെയ്തവർക്ക് 28 നരകങ്ങൾ വേറെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലധികം ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഭാഗവതത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് 28 എഴുതിയിട്ടുള്ളൂ. 28 നരകങ്ങൾ അവിടേക്ക് പോവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ നരകങ്ങളാണ്? 26-ാം അധ്യായം ഇരുന്ന് വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര നരകമുണ്ട് എന്നുള്ളത്. പറഞ്ഞു 26-ാം അധ്യായത്തിലാണ് നരകങ്ങളെക്കുറിച്ചൊക്കെ ഒരു വർണ്ണന മനോഹരമായിട്ട് വ്യാസമഹർഷി എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ പറയാണ് ഏതൊക്കെയാണത്? നരകാനേ ഏകവിംശതി ഗണയന്തി അത താംസ്തേ രാജൻ നാമരൂപലക്ഷണതോ അനുക്രമിഷ്യാമ താമിശ്രോ വന്ദതാമിശ്രോരൗരവോ മഹാരൗരവ കുംഭീപാക കാലസൂത്രമസീവത്രവനം സൂഖരമുഖം മന്ദഗോപകൃമിഭോജനം സന്ദർശ സപ്തസൂർമി വജ്രകണ്ടകശാൽമീലേ വൈതരണേ പൂയോദപ്രാണരോധോ വിശസനം ലാലാപക്ഷസാരമോ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഊണ് കഴിക്കാൻ നേരത്ത് ആ നരകം വായിച്ചിട്ട് എന്തിന് നാവ് കേടുവരുത്തണം? ഇങ്ങനെ ഒരുപാട് 28 നരകങ്ങൾ. ഇവിടെ ആരൊക്കെ പോവും പറയുന്നു? രൗരവം എന്ന് പറഞ്ഞ നരകം, താമിശ്രം എന്ന് പറയുന്ന നരകം. തമം എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ്. അവരിരുട്ടിന്റെ ലോകങ്ങളിലേക്ക് പോകുന്ന, ഒരിക്കലും അവർ സ്വപ്നത്തിൽ നിന്ന് ഉണരില്ല, അന്ധകാരത്തിന്റെ ലോകങ്ങളിലേക്ക് പോകും. ആരെപ്പോലെ? ഈ എന്താണ് പറയാം, ഒരു ജീവിയുണ്ട്, പാമ്പിനെ പോലെ ഒരു ജീവിയുണ്ടല്ലോ, കണ്ണ് കാണാൻ വയ്യാത്ത കുരുടിപ്പാമ്പ്. ഈ സാധനത്തിന് കണ്ണു കാണില്ല, അതിനാകെ അന്ധകാരാണ്. അല്ലെങ്കിൽ ഒരു പക്ഷി ഉണ്ടല്ലോ ഇതുപോലെ, പകല് കണ്ണു കാണാൻ വയ്യാത്ത മൂങ്ങ. ഇങ്ങനെ ഈ 2 ജീവിതത്തിലേക്ക് നമ്മൾ വരേണ്ടി വരും. ആരാ അങ്ങനെയൊക്കെയുള്ള നരകങ്ങളിലേക്ക് വീഴുക? ഒരിക്കലും കണ്ണു കാണാൻ വയ്യാത്ത നരകത്തിലേക്ക്. ആരാണോ പരവിത്തം, മറ്റൊരാളുടെ വിത്തത്തെ, പണത്തെ അപഹരിക്കുന്നത് എന്ന് വെച്ചാൽ കാണാതെ പോക്കറ്റടിക്കാര്, മറ്റൊരാളുടെ പണം തട്ടിപ്പറിക്കുന്നവര്, ഇങ്ങനെയൊക്കെയുള്ളവര് ഈ നരകത്തിലേക്കാ പോവാണ്. അപ്പൊ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ പണം നമ്മുടെ കയ്യിൽ അറിയാതെ പെട്ടാൽ ഈ നരകങ്ങളിൽ നമ്മൾ പോകുന്നതാണ്. പിന്നെയോ താമിശ്രം, കുറച്ചുകൂടി അന്ധതാമിശ്രം, കട്ടികൂടിയ ലോകങ്ങളിലേക്ക്, ഇരുട്ടിന്റെ ലോകത്തിലേക്ക് പോകും. അവിടേക്ക് ആരാ പോവുക? ആരാണോ മറ്റൊരാളുടെ പണത്തെ വഞ്ചിക്കുക എന്നാണ്, വഞ്ചിച്ചു കൊണ്ടെടുക്കുന്നത്, അവർക്ക് ഈ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നതാണ്. എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ പണം നമ്മുടെ കയ്യിൽ വന്നാൽ ആ നരകത്തിൽ പോകണം. ശരി, അവിടെ ചെന്നാൽ എന്താ കിട്ടുക? തന്തൂരി ചിക്കനും പൊറാട്ടയൊക്കെ കിട്ടുമോ?
അവിടുത്തെ ട്രീറ്റ്മെന്റൊക്കെ എങ്ങനെയായിരിക്കും? പറയുന്നു, താടയതി, ശക്തിയുള്ള വടികൊണ്ട് അടി കിട്ടും അത്രേ. കാലന്റെ ദൂതന്മാരെ നമ്മളെ പ്രഹരിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് അടക്കം അവിടെ കൊടുക്കേണ്ടി വരും. ഇവിടെ ക്യാപിറ്റൽ മാത്രമല്ല, അവിടെ ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. അങ്ങനെ അടി കിട്ടും. എത്ര കാലം? അധികമൊന്നുമില്ല, ഒരു 100 വർഷം തല്ലൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ കൂടണമെന്ന്. എന്താ ചെയ്തു? ഒരൊറ്റ കുഴപ്പമേ ചെയ്തുള്ളൂ. മറ്റൊരാളുടെ പണം പോക്കറ്റ് അടിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളുടെ പണം നമ്മുടെ കയ്യിൽ വന്നു. ശരി, കേമാണല്ലോ അത് പറയുമ്പല്ലേ. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടുത്തെ ജയിലിലെ ശിക്ഷയ്ക്ക് പുറമേയുള്ള ശിക്ഷയാണ് ഇത്. ഇനി പറയുന്നു, ആരാണോ ഇവിടെ പക്ഷിനോ പ്രാണതം, മൃഗങ്ങളെയൊക്കെ കൊന്നു കഴിക്കുന്നത്, അതായത് നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്നത്, അവർക്ക് എന്താണ് കിട്ടുക? അവർക്ക് വലിയ നരകമൊന്നും കിട്ടില്ല. അവിടേക്ക് കുംഭീഭാഗം എന്ന് പറഞ്ഞ നരകം. അവരുടെ കുംഭ നിറയ്ക്കാനാണല്ലോ വേറെ വല്ലതും കഴിച്ചത്. അപ്പൊ അവിടെ ചെന്നാൽ അവിടെ എന്ത് ചെയ്യും? വലിയ ചെമ്പുപാത്രം ഉണ്ട് അത്രേ. അതൊക്കെ അവിടെ യമരാജാവിന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ പാത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവും എടപ്പള്ളി ശ്രീകൃഷ്ണ തൃക്കോവിൽ ഭാഗവത സപ്താഹ സമിതി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, കമ്മിറ്റി എന്നൊക്കെ. അതുപോലെ യമരാജാവിന്റെ എവിടെ എഴുതിയിട്ടുണ്ടാവും, ഇത് യമലോകം കമ്മിറ്റി. പാത്രങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിലെന്ത് ചെയ്യും? നല്ല എണ്ണയും നെയ്യൊക്കെ ഒഴിച്ച് എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇരുന്ന് വറക്കും അത്രേ. എന്നിട്ട് ആരൊക്കെയാണോ ഇവിടെ കഴിച്ചത് അവർക്കൊക്കെ നുറുങ്ങായിട്ട് ഇട്ട് കൊടുക്കുന്നു. അവരിങ്ങനെ കഴിക്കും. എന്നിട്ടോ മനസ്സിനൊരിക്കലും പ്രശ്നം, മനസ്സൊരിക്കലും നശിക്കില്ലല്ലോ. വീണ്ടും അതിന് മറ്റൊരു ശരീരം കൊടുക്കും യമരാജാവ്. എന്നിട്ട് വീണ്ടും ശരിയാക്കും. ഇങ്ങനെ എത്ര എണ്ണത്തിന് ഇവിടെ കഴിച്ചിട്ടുണ്ടോ അത്ര എണ്ണത്തിന് അവിടെ തീറ്റിപ്പോറ്റെന്ന് പറയാം. സ്വാമി അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അങ്ങനെ എത്ര കേട്ടിരിക്കണോ, ഇനിയിപ്പോ എന്ത് പേടിയാണെന്ന്. വേണ്ട, പേടിക്കണ്ട, സത്യമാണ്. കാണുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ സത്യമാണെന്നുള്ളത്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈയാമ്പാറ്റ പൊടിയും. നിങ്ങളൊന്ന് തീയിട്ട് നോക്കൂ, പാവം അതിലേക്ക് വന്ന് ചാടരുത് നിങ്ങൾക്ക് കാണാം. പൊരിയുന്നത് കാണുന്നില്ലേ? ഇതുപോലെ ഓരോ ജീവനും അങ്ങനെയൊക്കെ വന്ന് വീഴുന്ന. എന്തിനാ അതൊക്കെ പറയുന്ന? ചായയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കാൻ നേരത്തെ അപ്പൊരീച്ച വന്ന് അതിലേക്ക് സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എത്ര എറുമ്പുകൾ നമ്മുടെയൊക്കെ പാത്രത്തിൽ വീണ് നിങ്ങൾ പഞ്ചസാരയൊക്കെ എടുത്ത് ചായയിലിടുമ്പോൾ ആ തിളച്ച ചായയിലേക്ക് അത് പാവമായി കറുത്ത എറുമ്പുകൾ ഇല്ലേ? കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഡെയിലി കാണുന്നു. എന്തിനേറെ പറയുന്നു? ആ കൊതുകുകളൊക്കെ ചാവണം നോക്കും. അതൊരു വിഷം കൊടുത്തിട്ട് കൊല്ലല്ലേ, ശ്വാസം മുട്ടിക്കൊല്ലല്ലേ, അതൊക്കെ നമ്മൾ കാണുന്നു. ഇനി അതൊക്കെ പോട്ടെ, താടിപ്പിച്ച് കൊല്ലുക എന്നുള്ളത് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. താമിശ്രെന്ന് കൊതുകൊക്കെ വന്നിരുന്നാൽ കൊടുക്കണില്ലേ നമ്മൾ? അവന്റെ ജീവിതത്തിൽ വേദന എന്നല്ലേ. വീണ്ടും കൊതുകിന്റെ ശരീരം കൊടുക്കും, വീണ്ടും തല്ലും. ഇങ്ങനെ തല്ലി തല്ലി കുറെ കഴിഞ്ഞാൽ അവന് ബോധ്യം വരും, ഈശ്വരാ ഞാൻ അന്ന് കടം മേടിച്ചിട്ടില്ല ഈ കുഴപ്പമൊക്കെ ഉണ്ടായത് എന്നുള്ളത്. അതന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുപോലെ പിന്നെ ആരാണോ ഇവിടെ യജ്ഞം ചെയ്യാത്തത് അവര് ഒരു നരകത്തിൽ പോണ. ആരാ എന്താ പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ 5 യജ്ഞം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന്. ഒന്നാമത്തെ യജ്ഞം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യത്തെ യജ്ഞം ഏതൊരു അച്ഛനും അമ്മയാണോ ജന്മം തന്നത് അവരെ നോക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ ഈ നരകത്തിൽ പോകണം. രണ്ടാമത്തെ നരകം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കളെയും നോക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ ഈ നരകത്തിൽ പോകണം. മൂന്നാമത്തത് മരിച്ചുപോയ പിതൃക്കൾക്ക് പിതൃകർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നാലാമത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നാണ് സമ്പത്ത് നമ്മൾ സ്വീകരിക്കുന്നത്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമ്പത്തിന്റെ ഒരു അംശം ചെലവഴിക്കണം എന്നുള്ളതാണ്. കാരണം സമൂഹം തരുന്നതാണ്. അതിനുവേണ്ടി ചെലവഴിച്ചില്ലെങ്കിൽ ഈ നരകത്തിൽ പോകണമെന്നാണ്. അഞ്ചാമത്തത് അവനവന്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി അവനവന്റെ സമ്പത്ത് ചെലവഴിച്ചില്ല എങ്കിൽ അതും ഒരു നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഏതാ നരകം? നരകത്തിന്റെ പേര് കൃമിഭോജനം എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഫുഡായിട്ട് കിട്ടുക, ഭക്ഷണമായിട്ട് കിട്ടുക രാവിലെയും ഉച്ചയും വൈകുന്നേരവും 3 നേരവും ജീവനുള്ള കൃമികളെ പിടിച്ചു കൊണ്ടുതരും. അല്ല സ്വാമി മസാല ഇടും അതിൽ നൂഡിൽസ് പോലെ? അതൊന്നും തരില്ല, പ്ലെയിൻ സാധനം. ഇടയ്ക്ക് അവര് നമ്മളെ കഴിക്കും, അവരെ നമ്മൾ കഴിക്കും. അങ്ങനെ പരസ്പരം കഴിച്ചുകൊണ്ട് എത്ര ദൂരമുണ്ട് അതിന്റെ വലിപ്പമൊക്കെ. കൃമികുണ്ടേ കൃമിഭൂത സ്വയം കൃമിതിരേവ ഭക്ഷ്യമാണ് കൃമിഭോജനോ യാവൽ തൽപ്രമത്ത പ്രദാഹുതോദ്യം. അതിന്റെ വലിപ്പം പറയുകയാണ്, വളരെ ശതസഹസ്രയോജനം. അധികം വലിപ്പമൊന്നുമില്ല. ഇവിടുന്ന് കേരളം മുതൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ വലിയൊരു കൃമിയുടെ കുണ്ട്.
ആ കുണ്ടത്തിലേക്ക് നമ്മളെ പിടിച്ചിട്ടെന്ന് പറയാണ്. എന്നിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിഞ്ഞ് ജീവിക്കണം. എത്ര കാലം? അതൊന്നുമില്ല, 100 വർഷം. അത്രയും കാലം നിന്നാൽ മതി. തോന്നുമോ നമുക്ക് അവിടെ നിൽക്കാൻ? അങ്ങനെയൊക്കെ നരകങ്ങളുണ്ടെന്ന് അവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില നരകങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നിങ്ങൾ ഊണ് കഴിക്കില്ല. കാരണം അത്രയും ഭയാനകമാണ് അവിടുത്തെ ഓരോ ട്രീറ്റ്മെന്റ് പറയുന്നത്. എന്തായാലും യമദൂതന്മാര് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഇവിടെ എന്തൊക്കെ കുഴപ്പം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു സൂചീമുഖം എന്നൊരു നരകമുണ്ട്. ആരാണോ ഇവിടെ വെച്ച് തന്റെ സമ്പത്ത് കേവലം സ്വാർത്ഥമായൊരു ജീവിതം നയിക്കാൻ മാത്രം ചെലവഴിച്ചത്, തനിക്കും തന്റെ കുടുംബത്തിനും മാത്രം സമൂഹത്തിന്റെ സമ്പത്തെടുത്ത് ചെലവഴിച്ചത്, അവൻ സൂചീമുഖം എന്നുള്ള നരകത്തിലേക്ക് പോകണം. സൂചീമുഖം എന്ന് പറഞ്ഞാൽ ഈ പിന്നുകൾ ഇങ്ങനെ കുത്തും അത്ര ശരീരത്തിലേക്ക്. പിന്നെ എങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ടി വരും, ഊക്കുംവിളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ട നരകത്തിലേക്ക് എത്തിക്കുക അയാളെ എന്ന് പറയാൻ. അങ്ങനെയൊക്കെ നരകം അനുഭവിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രാജാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അല്ല മഹാത്മാവേ, ഞാനിപ്പോ ആ മഹാത്മാവായൊരു സന്യാസിയുടെ കഴുത്തിലേക്ക് ഒരു ചത്ത പാമ്പിനിട്ടുമല്ലോ, അതിന് ഞാൻ നരകത്തിൽ പോകണോ? ഉടനെ പറഞ്ഞു, അതും ഒരു പാപമാണ്, അതുകൊണ്ട് അങ്ങ് നരകത്തിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ പരീക്ഷത്തിന് പേടി. ഇവിടുന്ന് വിട്ടിട്ട് ഇനി ഒരു നരകത്തിലൊരു ആലോചിച്ച് നോക്കൂ, ഇവിടെ തന്നെ വലിയ നരകം, ഇനി ഇവിടുന്ന് പോയിട്ട് ഇനി ഒരു നരകമുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ പിന്നെ എന്തിനാ അങ്ങോട്ട് ജനിച്ചു വന്നത്? ആലോചിച്ച് നോക്കൂ. ഒരു എത്ര സുന്ദരമായൊരു ജീവിതമായിരുന്നു ഗ്രാമത്തിലൊക്കെ. നമ്മൾ വിചാരിച്ചു നഗരത്തിലേക്ക് വന്നാൽ നല്ല സുഖമാണെന്ന്. നഗരം എന്ന് പറയുന്നത് നല്ല നരകമാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് ഉറക്കം കിട്ടണ്ടേ? ഉറങ്ങുമ്പോഴേക്കും കൊതുക് വന്ന് കടിച്ചു. എന്നാൽ പിന്നെ രാവിലെ ഉറങ്ങാന്ന് വിചാരിച്ചാൽ ജീവനുള്ള വലിയ കൊതുക്കൾ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ സമാധാനമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് തന്നെ വലിയൊരു നരകം തന്നെയാണ്. ഇനി ഇതിനപ്പുറം നരകം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇതിന് എങ്ങനെയാ മുക്തി കിട്ടുക? ഇതിങ്ങനെ ആലോചിച്ചപ്പോ പരീക്ഷത്ത് രാജാവ് വളരെ ദയനീയനായിട്ട് ചോദിക്കുകയാണ്, അല്ല ശ്രീശുഖ ബ്രഹ്മർഷി, ഇതിന്ന് മുക്തി കിട്ടാൻ വഴിയുണ്ടോന്ന്. അപ്പൊ ആദ്യം പറയാണ്, ആരാ നരകത്തിൽ പോവുക? ആരുടെ മനസ്സാണോ ദ്രോഹചിന്ത വെച്ചിട്ടുള്ളത്, ആ ദ്രോഹത്തിനൊക്കെ പാപം അനുഭവിക്കണമെന്നാണ്. നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. പ്രവൃത്തിയിലല്ല പാപമിരിക്കുന്നത്, മനോഭാവത്തിലാണ് പാപമിരിക്കുന്നത്. എപ്പോ നമ്മുടെ മനസ്സിൽ ഒരാളെ ദ്രോഹിക്കണം, ഒരാളെ വിഷമിപ്പിക്കണം എന്ന ചിന്തനം വന്നോ, ആ പ്രവൃത്തിക്ക് നമ്മൾ നരകത്തിൽ പോയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ബോർഡർ സെക്യൂരിറ്റിയിൽ ഒരാൾ വർക്ക് ചെയ്യുന്നു, പോലീസുകാരനായിട്ട്. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ ഈ രാഷ്ട്രത്തിലേക്ക് കയറുന്ന ഒരുത്തനെ ഷൂട്ട് ചെയ്തു വിചാരിക്കുക. അവനൊരു പാപമാണ് ചെയ്യുന്നത്, കൊലപാതകമാണ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രവൃത്തിയിൽ അയാൾക്ക് പാപമില്ല. കാരണം അയാൾ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത്. അയാളുടെ മനസ്സിൽ അഭിമാനമാണുള്ളത്, രാഷ്ട്രസ്നേഹമാണുള്ളത്. എന്നാൽ അതേ വ്യക്തി വീട്ടിലെത്തിയിട്ട് തന്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മായിയപ്പനെയോ അമ്മായിയമ്മയോ വെടിവെച്ചു കൊന്നാൽ തീർച്ചയായിട്ടും അതിൽ അയാൾക്ക് പാപമുണ്ട് പറയാണ്. പ്രവൃത്തി രണ്ടും കൊലയാണെങ്കിലും ഒരു പ്രവൃത്തിയിൽ അയാൾക്ക് പാപമില്ല, മറ്റൊരു പ്രവൃത്തിയിൽ അയാൾക്ക് പാപമുണ്ട്. അപ്പൊ പ്രവൃത്തിയല്ല മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പ്രവൃത്തിയോടുള്ള മനോഭാവമാണ്. അതുകൊണ്ട് പറയും there is no sin in action. ആക്ഷനിൽ സിന്നില്ല, പാപമില്ല. പക്ഷെ sin in reaction എന്നാണ്, നമ്മുടെ പ്രതികരണത്തിലാണ്, മനോഭാവത്തിലാണ് പാപമിരിക്കുന്നത് പ്രിയ. അപ്പൊ നമ്മൾ ഒരാളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതും ഒരാൾ നന്നാവണമെന്ന് വിചാരിച്ച് കൊടുക്കണവും തമ്മിൽ പാപമില്ല. അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ മക്കളെ അടിക്കുന്നുണ്ടാവും, അതിലൊക്കെ പാപമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ പാപമില്ല. എന്നാൽ അടുത്ത വീട്ടിലെ കുട്ടി ചീത്തയാവണം വിചാരിച്ചിട്ട് അവൻ നേരെയാവരുത് വിചാരിച്ച് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പാപമുണ്ട്. അപ്പോ നമ്മുടെ പ്രവൃത്തിയിലല്ല പാപം, മനോഭാവത്തിലാണ്. അപ്പൊ ഈ ചിക്കനൊക്കെ കഴിച്ചാൽ പാപം ഉണ്ടാവുമോ? അതിൽ നമുക്ക് തെറ്റായൊരു മനോഭാവം ഇല്ലല്ലോ. തീർച്ചയായിട്ടും മറ്റ് പലതും കഴിക്കാനുള്ള സമയത്ത് ഇതെടുത്ത് കഴിക്കുന്നത് പാപം തന്നെയാണ്. അപ്പൊ ഒരു മനോഭാവം ഉണ്ട്, എനിക്ക് സുഖിക്കണം എന്നുള്ളൊരു മനോഭാവം, നാവിന് ടേസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു മനോഭാവം. ആ മനോഭാവത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പാപമുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഒരു ഭക്ഷണവും കിട്ടാതിരിക്കുക എന്ന് വിചാരിക്കുക, അപ്പോ ഇതൊക്കെ കഴിച്ചു വിചാരിച്ചിട്ട് പാപമില്ല. കാട്ടിൽ പോയാൽ പിന്നെ നിങ്ങൾ എന്താ കഴിക്കുക? ഇതൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. വിവേകാനന്ദ സ്വാമികൾ കപ്പലിൽ പോകുന്ന സമയത്ത് മത്സ്യം കഴിക്കുമ്പോൾ ഒരാൾ ചോദിക്കും, എന്താ സ്വാമി നിങ്ങൾ മത്സ്യം കഴിക്കണോ? പറഞ്ഞാൽ ഇവിടെ അതേ കിട്ടാറുണ്ട്, അതുകൊണ്ട് ഞാനത് കഴിക്കണോ? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ തെറ്റായിട്ടുള്ള ചിന്തനം തന്നെ തോന്നിയില്ല പ്രിയം. അപ്പോ പ്രവൃത്തിയല്ല മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്നത്, പ്രവൃത്തിയോടുള്ള മനോഭാവം. അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു വിഷമിപ്പിക്കണം എന്നുള്ള ചിന്ത വരാതിരിക്കുന്നുണ്ടാവില്ലല്ലോ. നമ്മൾ
ഇത്ര നല്ല മനസ്സോടുകൂടിയിട്ട് ഇപ്പൊ ഈ ലോകത്തിൽ പെരുമാറിയിട്ടുണ്ടാവുമോ? ആരൊക്കെങ്കിലും ഒരു ദ്രോഹം ഉണ്ടാവണമെന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ പാപം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. അപ്പൊ സ്വാമി, വീട്ടിൽ പലരെയും എങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ ദ്രോഹം ഉണ്ടാവണം എന്നൊക്കെ, അതിലൊക്കെ പാപം ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല ആരാർക്കൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന്. മരുമകളുടെ മനസ്സിൽ അമ്മായിയമ്മ വന്നിട്ടുണ്ടാവുമോ? അമ്മായിയമ്മയുടെ മനസ്സിൽ മരുമകൾ വന്നിട്ടുണ്ടാവുമോ? ആരുടെ മനസ്സിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കേ അറിയുള്ളൂ. അപ്പം ഉദ്യോഗസ്ഥനാവുമ്പോൾ തന്റെ ബോസിന് നേരെ ഒരു മനോഭാവം വന്നിട്ടുണ്ടാവുമോ? ആർക്കെങ്കിലും നേരെ വരാതിരിക്കില്ല, മനസ്സിൽ വരുന്നവരെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നരകം വരും. നിങ്ങൾ നരകത്തെക്കുറിച്ചൊരു സുന്ദരമായിട്ടുള്ളൊരു കഥ കേട്ടിട്ടുണ്ടാവും. പറയിപ്പറ്റ പന്തീരുകുലത്തിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. പണ്ടൊരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു അതിഥി വരികയാണ്. ഈ ബ്രാഹ്മണൻ കഴിക്കാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു അട്ട വീണു. ചേരട്ട പറയുന്ന സാധനം ഉണ്ടല്ലോ, തീവണ്ടി, ഇവൻ വീണു. ഈ ബ്രാഹ്മണൻ എന്ത് വിചാരിച്ചു? ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ ഈശ്വര, ഇതിലേക്കല്ല വീണത്. ആരാരും അറിയാതെ ഈ ചോറെടുത്തിട്ട് അതിഥിക്ക് കൊടുത്തു. അത് കഴിക്കുന്ന സമയത്ത് യമരാജാവിന്റെ ആളുകൾ, യമരാജാവിന്റെ റെപ്രസെന്റേറ്റീവ് നമ്മുടെ മനസ്സിലുണ്ട്. അയാളുടെ പേരാണ് ചിത്രഗുപ്തൻ എന്നുള്ളതാണ് അയാളുടെ പേര്. ഇയാൾ എഴുതി വെച്ചു, ആ ചോറിൽ എത്ര വറ്റുണ്ടോ അത്രയും അട്ടയെ നീ ജീവനോടുകൂടി അവിടെ ചെന്ന് കഴിക്കട്ടെ എന്ന്. അയാൾക്ക് പണിഷ്മെന്റ് അവിടെ എഴുതി വെച്ചു. എന്തോ ഇയാൾ വലിയ ദേവി ഉപാസകനാണ്. അങ്ങനെ ദേവി ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് പോയാൽ ഒരു നരകത്തിലെത്തും, അവിടെ നിനക്ക് ജീവനുള്ള അട്ടകൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്. ഇയാൾ കാൽക്കൽ വീണ് പറഞ്ഞു, അയ്യോ എന്നെ രക്ഷിക്കണം, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, എങ്ങനെങ്കിലും എന്നെ ഒന്ന് മുക്തമാക്കണം എന്ന്. ഉടനെ ദേവി പറഞ്ഞു, നിനക്കൊരു രക്ഷപ്പെടാൻ മാർഗമുണ്ടെന്ന്. അതെന്താണ്? ആളുകൾ നിന്നെ പരിഹസിക്കണം, ആളുകൾ നിന്നെ അപമാനിക്കണം. അങ്ങനെ ആരൊക്കെ നിന്നെ പരിഹസിക്കണോ അവർക്കൊക്കെ ഈ അക്കൗണ്ടിൽ നിന്ന് ഓരോ അട്ട പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇളവ് കൊടുത്തു എന്നാണ്. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ വഴി ആലോചിച്ചു, അതിനിപ്പോ എന്താ മാർഗം എന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. അപ്പൊ മകളോട് പറഞ്ഞു, ഇനി മോളെ നീ ഒരുക്കി തന്നാൽ മതി അച്ഛന്റെ കാര്യങ്ങളൊക്കെ, അമ്മ ഒരുക്കി തരണ്ടാന്ന്. ഇപ്പൊ രാവിലെ പല്ല് തേക്കാനുള്ള കാര്യങ്ങൾ, കിണ്ടിയും ഒരു കുറച്ച് വെള്ളവും നീലുവെള്ളവും അതുപോലെ ഉമിക്കരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കുളിക്കാനുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തു പോകുമ്പോൾ കൂടെ ഭാര്യയെ പോലെ മകളും ഇങ്ങനെ പോവും. അവരിങ്ങനെ തോളോട് തോളും മുട്ടിങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ ഒരു നാണമല്ലേ മനുഷ്യന്, മകളെ ഇങ്ങനെ ഭാര്യയെ പോലെ കൊണ്ടു നടക്കണമെന്ന്. അതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങുമ്പോൾ ഓരോ അക്കൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒരട്ട ബാക്കി. അപ്പോഴാണ് അത്ര ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൽപ്പെട്ട പാക്കനാരും ഭാര്യയും കൂടി ഇങ്ങനെ വരുന്നത്. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഉടനെ തന്നെ അവർ മണി കിളിക്കിട്ടാണ് വരുന്നത്. കാരണം പണ്ട് കാലത്ത് അയിത്തും ഉണ്ടായിരുന്നല്ലോ. ഉടനെ തന്നെ വഴിയെന്ന് പറഞ്ഞപ്പോൾ പാക്കനാരുടെ ഭാര്യ പറയണം, ഈ നാണമില്ലാത്ത മനുഷ്യനാണോ ഞാൻ വഴി കൊടുക്കുക? ചി, മകളെ ഭാര്യയെപ്പോലെ കൊണ്ടു നടക്കണം, നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാക്കനാര് പറയാണ്, ഒന്ന് ബാക്കിയുണ്ടായത് നിനക്കും കിട്ടിയെന്ന്. ഈ ഭാര്യയ്ക്ക് മനസ്സിലായില്ല ഇതെന്താ ഒന്ന് ബാക്കിയുണ്ടായത്. അപ്പം ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് പാക്കനാര്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒന്ന് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ആരുടെയൊക്കെ അക്കൗണ്ടിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അറിയില്ല. കളിയാക്കുമ്പോഴൊക്കെ നോക്കുക അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ നേരെ വരുന്നുണ്ടാവുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് 5 സ്റ്റാർ പോലെ വെച്ചിട്ടുണ്ടാവുക, ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ഇതെന്താണ്? ഇത് പുഴു, ഇതെന്താ കൃമി, ഇതെന്താ ഇതത്, എന്താ നിങ്ങൾ ഇന്ന ദിവസം ഇന്ന വീട്ടിൽ വെച്ച് ഇന്ന ആളെ കളിയാക്കിയില്ലേ, ശരി ഒരക്കൗണ്ട്. അങ്ങനെ പലതും നമുക്കൊക്കെ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ അവിടെ ചെന്നാലല്ലേ അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഒട്ടും ഇതൊന്നും അനുഭവിക്കാതെ രക്ഷപ്പെടാൻ ഈ കാര്യം ചോദിച്ചപ്പോ പരീക്ഷിത് രാജാവിന് മറുപടി കൊടുക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി, ഒരു നരകത്തിലും പോവാതിരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. അതെന്താണെന്ന് അത് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പോഴേ അതിനൊരു ഉഷാറുള്ളൂ. അങ്ങനെ ഈ ഭാഗം ഇവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നരകത്തിലൊന്നും പോവാതിരിക്കാനുള്ള ഒരു കുറുക്ക് വഴിയുണ്ട്, ക്രോസ് വഴി, ഒരു ഷോർട്ട് കട്ട്. ആരാണോ ഇത് മനസ്സിലാക്കുന്നത്, പിന്നെ അവരെന്ത് കുരുത്തക്കേട് ചെയ്താലും അവരുടെ അക്കൗണ്ടിലൊക്കെ ക്ലീൻ. പിന്നെ അവരെവിടുന്നേ ക്ലീനാക്കി. ആ ധർമ്മത്തെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുക. അത് വളരെ ലളിതമായിട്ട് അജാമിലോപാഖ്യാനം എന്ന കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അടുത്ത സ്കന്ധത്തിലെ 1, 2, 3 അധ്യായങ്ങളിൽ. അതിനുശേഷം പിന്നെ വൃത്താസുര ചരിതം, പിന്നീട് അത് കഴിഞ്ഞിട്ട് 7ാമത്തെ സ്കന്ധത്തിലാണ് നമ്മൾ ഭഗവാൻ നരസിംഹമൂർത്തിയിട്ട് അവതരിക്കുന്നതെന്ന് പറയുന്നത്. അതെല്ലാം ഭക്ഷണത്തിന് ശേഷം കാണാമെന്ന് വെച്ച് ഉപസംഹരിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ വാർമുടിയിൽ ചാർത്തിയതാരി വർണ്ണപ്പീലിമയിൽ പീലി വാർമുടിയിൽ ചാർത്തിയതാരി വർണ്ണപ്പീലിമയിൽ പീലി വാർമുടിയിൽ ചാർത്തിയതാരി വർണ്ണപ്പീലിമയിൽ പീലി വാർമുടിയിൽ ചാർത്തിയതാരി വർണ്ണപ്പീലിമയിൽ പീലി വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ വാഗച്ചാത്തിനു വന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ പൂന്താനം നൽകിയതല്ലേ പൊന്നുണ്ണിക്ക് വനമാല പൂന്താനം നൽകിയതല്ലേ പൊന്നുണ്ണിക്ക് വനമാല പൂന്താനം നൽകിയതല്ലേ പൊന്നുണ്ണിക്ക് വനമാല പൂന്താനം നൽകിയതല്ലേ പൊന്നുണ്ണിക്ക് വനമാല മേൽപ്പത്തൂ നൽകിയതല്ലേ മുക്തകമാല മണിമാല മേൽപ്പത്തൂ നൽകിയതല്ലേ മുക്തകമാല മണിമാല മേൽപ്പത്തൂ നൽകിയതല്ലേ മുക്തകമാല മണിമാല മേൽപ്പത്തൂ നൽകിയതല്ലേ മുക്തകമാല മണിമാല ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോലമ്മ കുറൂരമ്മ ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോലമ്മ കുറൂരമ്മ
ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോലമ്മ ഗുരുരമ്മ. ഹരിനാമങ്ങൾ പാടിയിരുന്നോരാത്തോലമ്മ ഗുരുരമ്മ. തേവാര നേരത്തു നൽകിയതല്ലേ തൃക്കൈവെണ്ണ തൂവെണ്ണ. 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 ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. തിരുമധുരം നേദിക്കാം തുളസിപ്പൂക്കൾ പൂജിക്കാം. തിരുമധുരം നേദിക്കാം തുളസിപ്പൂക്കൾ പൂജിക്കാം. തിരുമധുരം നേദിക്കാം തുളസിപ്പൂക്കൾ പൂജിക്കാം. തിരുമധുരം നേദിക്കാം തുളസിപ്പൂക്കൾ പൂജിക്കാം. തരുമോ തരുമോ കാർവണ്ണ താമര കൈയിലെ പൂവെണ്ണ. 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 ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോകുലബാല ഗോവിന്ദ ഗോകുലബാല ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോപകുമാര ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി. ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ. ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി. ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര. ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശിരവത്സല. ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ. ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.